നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2025 തുടക്കത്തിലാണ് ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 2025 ഏതാണ്ട് അവസാനത്തോടുകൂടി ബീഹാറിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. രണ്ടും വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിരുന്നു. ആം ആദ്മി പാർട്ടി അധികാരത്തിലുണ്ടായിരുന്ന ദില്ലി BJP പിടിച്ചെടുക്കുന്നതാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ BJP അവിടെ തുടർഭരണം നേടുകയും ചെയ്തു. NDA ആണ് അവിടെ തുടർഭരണം നേടിയത് എന്ന് നമുക്കറിയാം. നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു അവിടെ ഭരണത്തിലുണ്ടായിരുന്നത്. തുടർഭരണത്തിനായി BJP വിപുലമായ പ്രചരണമാണ് നടത്തിയത്. അതിനുശേഷം നിതീഷ് കുമാർ വീണ്ടും അവിടെ മുഖ്യമന്ത്രിയാകുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്കകം തന്നെ അവിടെ ഒരു നേതൃമാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. നിതീഷ് കുമാർ രാജിവെച്ച് ഇപ്പോൾ രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല അവിടെ മുഖ്യമന്ത്രിയായി BJPയുടെ സമ്രാട് ചൗധരി അധികാരമേൽക്കുകയും ചെയ്തു. ഇപ്പോൾ BJP മുഖ്യമന്ത്രിയാണ് ബീഹാറിൽ ഉള്ളത്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് 2025 നമ്മൾ കണ്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഒട്ടനവധി തെരഞ്ഞെടുപ്പുകൾ കണ്ട വർഷമായിരുന്നു. പക്ഷേ 2026 വരുമ്പോൾ കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്നത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അതോടൊപ്പം തന്നെ പുതുച്ചേരി, അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ പശ്ചിമ ബംഗാൾ അത് കഴിഞ്ഞ 15 വർഷമായി മമതാ ബാനർജി ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ്. ആ മമതാ ബാനർജി സർക്കാരിനെ താഴെ ഇറക്കി BJP അവിടെ അധികാരം പിടിക്കുന്നു. തമിഴ്നാട്ടിൽ വമ്പൻ രാഷ്ട്രീയ ട്വിസ്റ്റാണ് നടന്നത്. അതായത് അവിടെ ADMK, DMK എല്ലാവരെയും പരാജയപ്പെടുത്തി TVK, വിജയുടെ നേതൃത്വത്തിലുള്ള TVK അധികാരത്തിൽ വരുന്നു. കേരളത്തിൽ LDF സർക്കാർ താഴെ പോകുന്നു, UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. അസം BJP നിലനിർത്തുന്നു. പുതുച്ചേരിയിലും NDA തുടർഭരണം നേടുന്നു. ഇതാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ആകെ തുക. 2026 ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊന്നും നടക്കേണ്ടതായിട്ടില്ല. 2027 ഫെബ്രുവരിയിലാണ് രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തരാഖണ്ഡുണ്ട്, അതോടൊപ്പം തന്നെ പഞ്ചാബ്, മണിപ്പൂർ, ഗോവ എന്നിങ്ങനെ 5 സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കേണ്ടത്. കഴിഞ്ഞ 2 തവണയായി 10 കൊല്ലമായി BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തരാഖണ്ഡും അതുതന്നെയാണ്. ഗോവയിലും BJP ഭരണം തന്നെയാണുള്ളത്. അതേസമയം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാരാണ് ഭരിക്കുന്നത്. ഇവിടങ്ങളിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുക, പഞ്ചാബ് കഴിയുമെങ്കിൽ പിടിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ഗോവ, ഉത്തരാഖണ്ഡ് ഇത് 3ഉം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം തുടർഭരണം നേടുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമുള്ള ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിലെവിടെയെങ്കിലും ഭരണം നഷ്ടപ്പെട്ടാൽ തീർച്ചയായും BJPക്ക് അത് തിരിച്ചടിയായി മാറുകയും ചെയ്യും. അതേസമയം തന്നെ ഈ 3 സംസ്ഥാനങ്ങളിലും ഭരണം നിലനിർത്തുകയും പഞ്ചാബിൽ ഒരു വലിയ മുന്നേറ്റമെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായും BJPക്ക് ഈ തെരഞ്ഞെടുപ്പും തൂത്തുവാരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ 2027 ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ BJP ഇതിനോടകം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതായത് നമ്മൾ കണ്ടതാണ്, ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നു. ബംഗാളിൽ 2 ഘട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പും പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞതോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരെ പോയത് പഞ്ചാബിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ പോയത് ഉത്തർപ്രദേശിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം BJP വളരെ കൃത്യമായ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ സംസ്ഥാനങ്ങളും BJP പിടിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അത്തരത്തിൽ 2027 തെരഞ്ഞെടുപ്പിലും BJP വിപുലമായ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ 2027 അല്ല, 2026 തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് തീർച്ചയായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുമെല്ലാം ഇത്തരത്തിലുള്ള തിരക്കിട്ട ചർച്ചകൾ ദില്ലിയിൽ നടക്കുകയാണ്. അതായത് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഫെബ്രുവരിയിൽ നടക്കേണ്ടതാണ്. അത് ഈ വർഷം 2026 നവംബറിലോ ഡിസംബറിലോ നടത്താനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. അതിനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നടത്തുന്നത്. അതായത് ഈ അപ്രതീക്ഷിതമായി ഈ വർഷത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി
അപ്രതീക്ഷിതമായി ഈ വർഷം തന്നെ വളരെ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ ഇനി അന്വേഷിക്കേണ്ടത്. അതായത് സാധാരണഗതിയിൽ BJP ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലാകട്ടെ അല്ലെങ്കിൽ കേന്ദ്രത്തിലാകട്ടെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു രീതി അത് BJPക്കില്ല. 5 വർഷത്തേക്കാണ് ജനങ്ങൾ പാർട്ടിക്ക് ഒരു മാൻഡേറ്റ് നൽകുന്നത്. ആ 5 വർഷത്തേക്കും ജനങ്ങളെ സേവിക്കാനുള്ള അവസരം അത് പരമാവധി ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ് BJPയുടെ രാഷ്ട്രീയ നയം. നേരത്തെ ഈ അനുകൂല ഘടകങ്ങളൊക്കെ വെച്ചുകൊണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു പാരമ്പര്യം BJPക്കില്ല. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഗോവയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരത്തെ വരുന്നു എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. അത് മറ്റൊന്നുമല്ല, അതും ഒരു രാജ്യ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. രാഷ്ട്ര താല്പര്യത്തിൻ്റെ ഒരു കാരണമുണ്ടാകുമ്പോൾ BJP ഒരുപക്ഷെ ഇത്തരത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ തയ്യാറായേക്കും എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമത്തിലൂടെ കടന്നു പോവുകയാണ്. രാജ്യത്ത് സെൻസസ് നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സെൻസസ് എത്രയും വേഗം പൂർത്തിയാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഡീലിമിറ്റേഷൻ, ലോക്സഭയിൽ ലോക്സഭാ സീറ്റുകളുടെയൊക്കെ ഡീലിമിറ്റേഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വനിതാ സംവരണ ബില്ല് നടപ്പാക്കേണ്ടതുണ്ട്. ഇതെല്ലാം നടപ്പാകണമെങ്കിൽ തീർച്ചയായും ഈ ഒരു സെൻസസ് നടപടിക്രമങ്ങൾ പൂർത്തിയാകണം. സെൻസസിന് മുമ്പ് ഡീലിമിറ്റേഷനും വനിതാ സംവരണവും നടപ്പിലാക്കാനുള്ള ബില്ലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പക്ഷേ അത് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് കാരണം പരാജയപ്പെടുന്നു. എന്നാൽ ഈ ലിമിറ്റേഷനും അതുപോലെ തന്നെ വനിതാ സംവരണവും ഒക്കെ നടപ്പാകേണ്ടത് വരാൻ പോകുന്ന സെൻസസിന് ശേഷമാണ്. 2026 തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സെൻസസ് നടപടിക്രമം അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് 2027ലാണ്. 2027 സെൻസസിനിടയിലാണ് ഈ ഒരു സെൻസസിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന നിർണായകമായ സ്ഥാനത്താണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സെൻസസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സെൻസസ് നടപടിക്രമങ്ങൾക്ക് യാതൊരു തടസ്സവും വരാതെ വളരെ കൃത്യമായി, കാരണം ഇപ്പോൾ തന്നെ ഈ കോവിഡും പോലെയുള്ള പശ്ചാത്തലങ്ങൾ അതൊക്കെ 2011ലാണ് രാജ്യത്ത് ഏറ്റവും അവസാനമായി സെൻസസ് നടന്നത്. 2021 സെൻസസ് നടക്കേണ്ടതാണ്. എന്നാൽ അത് ഇത്രയും വർഷം വൈകിയത് കോവിഡ് അടക്കമുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. കോവിഡ് പിന്നീട് തൊട്ടു പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതുകൊണ്ട് തന്നെ അകാരണമായി ഈ സെൻസസ് നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ വൈകിയിട്ടുണ്ട്. അത് എത്രയും വേഗം പൂർത്തിയാക്കേണ്ടത് രാജ്യ താല്പര്യത്തിന് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സെൻസസ് നടപടിക്രമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് തടസ്സമാകരുത്. അങ്ങനെ തടസ്സമല്ലാതെ ഈ ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുള്ളത് എന്നാണ് അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. സെൻസസ് നടപടികൾ 2027 സെൻസസ് നടപടികൾ അതിന് തടസ്സം വരാതിരിക്കാൻ തെരഞ്ഞെടുപ്പുകൾ 2026 തന്നെ നടത്തുക എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ വളരെ വളരെ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ, പഞ്ചാബ് എന്നിങ്ങനെയുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെ ഈ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് മോഡിലേക്ക് കടക്കും. ഈ സംസ്ഥാനങ്ങളിൽ പ്രചരണം ഉണ്ടാകും. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന അടക്കം ഉടനെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് രാഷ്ട്രീയ പാർട്ടികൾ തുടക്കം കുറിച്ചിരിക്കുന്നു. 3 സംസ്ഥാനങ്ങൾ, അതായത് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ എന്നീ 3 സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നു. മണിപ്പൂരിലും BJP ആണ് ഭരിക്കുന്നത്. മണിപ്പൂർ സംഘർഷബാധിതമായ ഒരു സംസ്ഥാനം കൂടിയാണ്. പഞ്ചാബിൽ BJP ഭരണത്തിലില്ല. BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ്. അവിടെ ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കുമ്പോൾ മാത്രമാണ് BJPക്ക് ഏതാനും ചില സീറ്റുകൾ ലഭിച്ചിരുന്നത്. ഇല്ലെങ്കിൽ കേരളം പോലെ അല്ലെങ്കിൽ തമിഴ്നാടിനെ പോലെയാണ് പഞ്ചാബിൽ BJPയുടെ ഒരു രാഷ്ട്രീയ സ്വാധീനം. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അവിടെ മറിയുകയാണ് എന്ന സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് അവിടെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന പഞ്ചാബിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP-മാർ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. 10ൽ 7 MP-മാരും BJPയിലേക്ക് പോയി. മാത്രമല്ല പഞ്ചാബിലടക്കം
നിരവധി MLA-മാരും BJP-ക്കൊപ്പം വരാൻ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ തയ്യാറെടുത്തിരുന്നു എന്ന വാർത്തകളും അന്ന് വന്നിരുന്നു. എന്നാൽ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് അത്തരത്തിലൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ BJP-ക്ക് ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അത് ഭരണത്തിലേക്ക് എത്തുമോ എന്ന് പ്രവചിക്കാൻ കഴിയില്ല, പക്ഷേ ഭരണത്തിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം പഞ്ചാബിൽ നടക്കുന്നുണ്ട്. ചരിത്രത്തിലാദ്യമായി പഞ്ചാബിൽ ഒരു കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അങ്ങനെ പഞ്ചാബിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി BJP മാറുന്നു. തുടർ ഭരണം UP-യിലടക്കം നേടുക എന്ന് പറഞ്ഞാൽ അത് വലിയ വെല്ലുവിളിയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി പാർട്ടിക്ക് UP-യിൽ നേരിട്ടിരുന്നു. മാത്രമല്ല അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രതിപക്ഷത്ത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും അവിടെ BJP-യെ തോൽപ്പിക്കുക ഇപ്പോഴും അസാധ്യമാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് പ്രവചനാതീതമാണ്. യോഗി ആദിത്യനാഥ് സർക്കാരിന് 3ാം ടേം ഉറപ്പാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഗോവയിലുമെല്ലാം BJP-ക്ക് വലിയ പോരാട്ടം നടത്തേണ്ടി വരും. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ തിരിച്ചടിയായി മാറും BJP-ക്ക് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നിരുന്നാലും അത് നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് സെൻസസിൻ്റെ നടപടിക്രമങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനായി നേരത്തെ നടത്തുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ ചർച്ചകൾ വിജയിക്കുകയാണ് എങ്കിൽ തീർച്ചയായും രാജ്യം മറ്റൊരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് ഉടൻ കടക്കുകയും ചെയ്യും.